മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി 10 ദിവസം പിന്നിടുമ്പോൾ ഭയമൊഴിഞ്ഞു വയനാട്ടിലെ വടക്കനാട് ഗ്രാമം. മറ്റാനകൾ ഇടയ്ക്കൊക്കെ നാട്ടിലിറങ്ങാറുണ്ടെങ്കിലും എല്ലാ ദിവസവും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന മുട്ടിക്കൊമ്പനെ പിടികൂടിയത് പ്രദേശത്ത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത്. വടക്കനാട് മേഖലയിൽ ഏറെക്കാലം നാട്ടുകാർക്ക് ഭീതി പരത്തുകയും വിളകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത മുട്ടിക്കൊമ്പൻ എന്ന കാട്ടുകൊമ്പനെ പിടികൂടിയിട്ടിപ്പോൾ 10 ദിവസമാകുന്നു. വനംവകുപ്പിൻ്റെ സംരക്ഷണയിലാണുള്ളത്. തുമ്പിക്കൈക്ക് പരിക്കേറ്റ് മുത്തങ്ങ ആനപ്പന്തിയിൽ ചികിത്സയിലാണ്. അതിനുശേഷം വടക്കനാട് എന്താണ് അവസ്ഥ എന്നറിയാനാണ് നമ്മൾ വീണ്ടും വടക്കനാട് എത്തിയത്. ഈ ഒരു ആനേനെ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ഥിരമായി ഒരു ശാശ്വത പരിഹാരമാകുന്നില്ല, എന്നാലും തൽക്കാലമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടോ? തീർച്ചയായും. എന്നിരുന്നാലും ഇപ്പം ഞങ്ങൾ ഏറ്റവും വലിയ ആശ്വാസമാണ്. കാരണം ഈ കഴിഞ്ഞ ദുഃഖവെള്ളി കഴിഞ്ഞ പിന്നീട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് സന്തോഷമായി രാവിലെ എണീക്കുമ്പോൾ ഒരു ആന ഓരോ ദിവസം എണീറ്റ് വരുമ്പോൾ അവിടുത്തെ മുറ്റത്ത് ആന വന്നു, ഇപ്പുറത്തെ വീട്ടിലെ പറമ്പ് നാശാക്കി, ഇന്നയാളെ പാലും കൊണ്ടുപോയി ഓടിച്ചു, അപ്പുറത്തെ പോസ്റ്റ് പൊളിച്ചു. ഈ എല്ലാ ദിവസവും ഈ രാവിലെ ഈ വാർത്തയായിട്ട് എനിക്കറിയാം. ഈ ദുഃഖവെള്ളി കഴിഞ്ഞ പിന്നെ മുട്ടിക്കൊമ്പൻ ആനയെ പിടിച്ച് കഴിഞ്ഞ പിന്നെ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് നമ്മുടെ പറമ്പ് തന്നെ കഴിഞ്ഞ മാസം വന്ന് 5-10ഓളം തെങ്ങുകൾ ഒരു രാത്രി നശിപ്പിച്ച് തെങ്ങ് തള്ളിയിട്ട് പെൻസിങ് പൊളിച്ച് കയറി ഒരു 10 തെങ്ങുകൾ എൻ്റെ തന്നെ നശിപ്പിച്ച ഞാൻ റിപ്പോർട്ടൊക്കെ കൊടുത്തതാണ്. ഇപ്പം എന്തായാലും സമാധാനമായിട്ടുണ്ട്. വടക്കനാട് എന്ന് പറയുമ്പോൾ പ്രകാശേട്ടൻ്റെ ചായക്കടയാണ്. വടക്കനാട് വരുമ്പോൾ ഞങ്ങളെയൊക്കെ ഒരു കേന്ദ്രം പ്രകാശേട്ടൻ തന്നെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരിക്കുമല്ലോ നാട്ടിലെ. അപ്പോൾ ഈ ആനനെ പിടിച്ചാൽ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടല്ലോ. ആന എടുക്കുന്ന ഓടിച്ചു തന്നെ ഓടിച്ചിരുന്നു. ആന ഓടിച്ചായിരുന്നു 2 വർഷം മുമ്പ് വീടിൻ്റെ തൊട്ടടുത്ത് ഓടിച്ചായിരുന്നു. സമരം ചെയ്ത് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച സ്ഥലമാണ് ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിങ്ങളുടെ ഡിമാൻഡുകളൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോഴും അത് ഞങ്ങളെ ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഇട്ട തൂക്കുവേലി അല്ലായിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട് കാഷ് കാർഡ് ഫെൻസിങ്, റെയിൽവേ വേലി, കൽമതിൽ, ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് അതിലൊരു ശാശ്വത പരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്ത സംവിധാനത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് എപ്പോൾ വേണം പൊട്ടിച്ച് നമുക്ക് കർഷകർക്ക് ഉപകാരപ്പെടുന്ന സംഭവമല്ല. എന്നിരുന്നാൽ ഇനി പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട പദ്ധതി ഉടൻ നടപ്പിലാക്കി തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും വടക്കനാടുകാർക്ക് കഴിഞ്ഞ 10 ദിവസമായി സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അവർ ആവശ്യപ്പെട്ടതുപോലെ കാടും നാടും വേർതിരിച്ച് റെയിൽപാള വേലിയോ അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ് ഫെൻസിങ്ങോ ഒക്കെ കൊണ്ടുവന്ന് ഈ ഭയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ജസ്റ്റിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.